അബുദാബിയിൽ ഇറാന്റെ മിസൈൽ വർഷം ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിനും ബഹ്റിനും നേരെ ഇറാൻ ആകട്ടെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല കുവൈറ്റിലെ 2 തുറമുഖങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം അഴിച്ചുവിടുകയും ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതോടുകൂടി തന്നെ ഇനിയും അവർക്ക് സമാധാനത്തോടെ നിലനിൽക്കാനാകില്ല എന്ന സൂചനയാണ് ഇവിടെ അറബ് രാഷ്ട്രങ്ങൾ നൽകുന്നത്. അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെതിരെ തിരിഞ്ഞാൽ ഇറാന് താങ്ങാൻ പോലും സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഈ വസ്തുത ഉൾക്കൊള്ളാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്നതും അബുദാബിയിലെ കൊസ്ഹാക്ക് വ്യവസായ മേഖലയ്ക്ക് സമീപമാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഇത് 2 സൈഡിലായിട്ടാണ് തീപിടുത്തമുണ്ട്, അതായത് 2 ഇടങ്ങളിലായിട്ട് തീപിടുത്തമുണ്ടായി. യുടെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തകർത്തുവെങ്കിൽ പോലും അവയുടെ അവശിഷ്ടങ്ങൾ പതിച്ചുകൊണ്ട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും നിലവിൽ സിവിൽ ഡിഫൻസ് വിഭാഗം തീ പൂർണ്ണമായും തന്നെ അടച്ചതായും മേഖലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മധ്യ ഇറാനിലെ ചില സ്ഥലങ്ങളിൽ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇസ്രായേൽ ബോംബിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ആളപായമോ അല്ലെങ്കിൽ ആണവ വികിരണ ഭീഷണിയോ ഇല്ല എന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. എന്നാൽ തിരിച്ചടിയായി തന്നെ US-ന്റെയും ഇസ്രായേലിന്റെയും വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യുന്നുണ്ട്. US ഇസ്രായേൽ പക്ഷ രാജ്യങ്ങളെ അവരുടെ തുറമുഖങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തിരിച്ചുള്ള കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്നാണ് ഇറാന്റെ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അറബ് രാജ്യങ്ങൾക്ക് മേൽ ആയവില്ലാത്ത ആക്രമണ പരമ്പരകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഇറാൻ നടത്തി വരുന്നത്. മിസൈലുകളും ഡ്രോണുകളും അത്യാധുനിക മറ്റ് ആയുധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതും. കഴിഞ്ഞ ദിവസം പുലർച്ചെ കുവൈറ്റിന് നേരെ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. സുപ്രധാനമായ 2 തുറമുഖങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. വടക്കൻ കുവൈറ്റിലെ മുബാറക് അൽ ഖബീർ തുറമുഖത്തിന് നേരെ ഡ്രോണുകൾ മാത്രമല്ല അതിന് പുറമെ മിസൈൽ ആക്രമണം ഉണ്ടായതായും ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് 1-ന് തുറമുഖത്തെ US ലോജിസ്റ്റിക് കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണമാകട്ടെ ഇതിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.